ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാനം വിവാദത്തിൽ പ്രതികരണവുമായി സാഹിത്യ അക്കാദമി. പാട്ടിനെക്കുറിച്ച് അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. കമ്മിറ്റി രൂപീകരിച്ച യോഗങ്ങൾ ചേരുന്നതേയുള്ളൂവെന്ന് അക്കാദമി സെക്രട്ടറി അറിയിച്ചു. ശ്രീകുമാരൻ തമ്പിയെ ആദരവോടെ മാത്രമേ വിളിച്ചിട്ടുള്ളൂവെന്നും CP അബൂബക്കർ പറഞ്ഞു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്താണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി അക്കാദമിക്കെതിരെ ഉയർത്തിയ പരാമർശത്തിൽ വിശദീകരണം നൽകുന്നത്? ദൃശ്യ, കഴിഞ്ഞ ദിവസമാണ് ശ്രീകുമാരൻ തമ്പി അക്കാദമിക്കെതിരെ വലിയ തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അക്കാദമി ശ്രീകുമാരൻ തമ്പിയെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഗാനം നൽകിയിട്ടും അത് എന്തായി എന്നുള്ള കാര്യം, അതായത് K സച്ചിദാനന്ദനും അക്കാദമി സെക്രട്ടറി അബൂബക്കറുമാണ് ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നത്. എഴുതിയ ഗാനം മാറ്റി എഴുതാൻ ഇരുവരും വീണ്ടും ആവശ്യപ്പെട്ടു. പാട്ട് സ്വീകരിച്ചോ നിരാകരിച്ചോ എന്ന് ഇപ്പോഴും അറിയില്ല. പിന്നീട് ഇത്തരത്തിലൊരു പാട്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു പരസ്യം പുറപ്പെടുവിക്കുന്നതാണ് കണ്ടതെന്നും അതിൽ തന്നെ ഒരു ഗദ്യ കവിയുടെ മുന്നിൽ അപമാനിതനാകേണ്ടി വന്നുവെന്നുമാണ് ശ്രീകുമാരൻ തമ്പി ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത്. അതിലാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നിട്ടുള്ളത്. ഈ പാട്ടിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്ന് തന്നെയാണ് ഈ അക്കാദമി സെക്രട്ടറി പ്രതികരിച്ചിരിക്കുന്നത്. കമ്മിറ്റി രൂപീകരിച്ച് ഇപ്പോൾ യോഗങ്ങൾ നടക്കുന്നതേയുള്ളൂ. ഈ ശ്രീകുമാരൻ തമ്പിയെ അതോടൊപ്പം തന്നെ ആദരവോടെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നുമാണ് ഈ അക്കാദമി സെക്രട്ടറി ആയിട്ടുള്ള CP അബൂബക്കർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ നേരത്തെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉൾപ്പെടെ സാഹിത്യ അക്കാദമിക്കെതിരെ ഒരു പരാമർശം ഉന്നയിച്ചിരുന്നു. കാരണം ILFK സാർവദേശീയ സാഹിത്യോത്സവം നടന്ന സമയം എത്തിയിട്ടുണ്ടായിരുന്ന കവിക്ക് ഒരു അവഗണനയാണ് സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്നും കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഗണന ലഭിച്ചില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ശ്രീകുമാരൻ തമ്പിയും കൃത്യമായ ഒരു പരാമർശം ഉന്നയിക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങളിലുമാണ് സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അക്കാദമി അധ്യക്ഷനായിട്ടുള്ള K സച്ചിദാനന്ദൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെ ആണ് അക്കാദമി സെക്രട്ടറിയും ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ ഈ ഒരു പരാമർശത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഈ ശ്രീകുമാരൻ തമ്പി ഉന്നയിച്ച ഒരു പരാമർശം ഗൗരവത്തിലെടുത്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്, അതായത് കേരള ഗാനത്തിന്റെ ആവശ്യം ആദ്യം തന്നെ ഉന്നയിച്ചപ്പോൾ എഴുതി നൽകിയതായിരുന്നു. പിന്നീട് അത് തിരുത്താൻ ആവശ്യപ്പെട്ടുവെന്നും അതൊക്കെ തന്നെ പിന്നീട് ഒരു നന്ദി മാത്രം നൽകി. അതിനുശേഷം ഇത്തരത്തിൽ പരസ്യം പോകുമ്പോൾ ഒരു കവിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം കൂടെ കേൾക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായും സാഹിത്യ അക്കാദമിക്കെതിരെ ഈ കവികളുടെ ഭാഗത്തു നിന്നും തന്നെ ഇത്തരത്തിൽ പ്രഭാഷകന്മാരുടെ ഭാഗത്തു നിന്നും ഒക്കെ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നു വരുന്നത്. ദൃശ്യ മനോജ്, ശ്രീകുമാരൻ തമ്പിയെ കേരള സാഹിത്യ അക്കാദമി ഇതുപോലെ കേരള ഗാനം എഴുതുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടും പിന്നീട് എന്തുകൊണ്ടാണ് പത്രത്തിൽ കേരള ഗാനം രചയിതാവിനെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം നൽകിയത് കേരള സാഹിത്യ അക്കാദമി? സാഹിത്യ അക്കാദമി ഈ ശ്രീകുമാരൻ തമ്പി നൽകിയ ഗാനത്തിൽ തൃപ്തരല്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതായത് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് അദ്ദേഹം ഒരു ഗാനം നൽകിയപ്പോൾ അതിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ഗാനങ്ങൾ കൂടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരസ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീകുമാരൻ തമ്പി തന്നെ പറയുന്നത് പോലെ ആ ഗാനം ഇപ്പോൾ സ്വീകരിച്ചോ നിരാകരിച്ചോ എന്ന് പോലും വ്യക്തമല്ല എന്നുള്ള കാരണം തന്നെയാണ്. അതിൽ തന്നെ ആദരവോടെ മാത്രമാണ് ശ്രീകുമാരൻ തമ്പിയെ കാണുന്നതെന്നും അതിന്റെ പാട്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നുമാണ് ഈ അക്കാദമി സെക്രട്ടറി അടക്കം വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോഴും അത് ഏത് പാട്ടാകണമെന്ന് നിശ്ചയിച്ചിട്ടില്ല. ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടും പരിഗണിക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ദൃശ്യ മനോജാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.